അതുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരെയും മക്കളുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടും വായ്പ ചൊറിച്ചു പോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് തനിക്ക് സ്വാധീനം പോലും ഇല്ലല്ലോ, തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലകളിലും ഉള്ളവർ ഓരോ മേഖലകളിലും തങ്ങൾ കേമന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. കർത്താവേ, അവിടെയെല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവർ എത്തിക്കുന്ന നിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് സഹായികൾ പ്രാർത്ഥിക്കുന്ന വിവാഹ പ്രായമായ മക്കളെ കർത്താവെ, ഈ വർഷകാലം കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇപ്പോൾ കല്യാണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈശോയെ. അതിനുള്ള വഴികൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാവരുടെയും ഉദ്യമങ്ങളെ, ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഉദ്യമങ്ങളെ, ഫിക്സ് ചെയ്ത കല്യാണങ്ങൾ നടപ്പിൽ സാമ്പത്തികമായ ഉദ്യമങ്ങളെ, ഭവനരഹിതരായിട്ടുള്ളവരും വഴിയില്ലാത്തവരും വഴികളിൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് കർത്താവ് വീടില്ലാത്ത കച്ചവടം നടക്കാത്തവരുണ്ട് ഈശോയെ. ഉള്ള വഴികളിൽ വെള്ളം കയറിയിരിക്കുന്ന കാരണം വീട്ടിലേക്കാരും വരുന്നില്ല, കടയിലേക്കാരും വരുന്നില്ല, കച്ചവടം നടക്കാത്തവരുണ്ട്. ഇങ്ങനെ പല പല ജീവിത പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കല്യാണം ഒത്തു വരുന്നവരെ കർത്താവ് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിച്ച് ഒക്കുന്ന കല്യാണങ്ങൾ കർത്താവെ പിന്നീട് ഒരിക്കലും പിരിയാനോ മനസ്സമ്മതത്തിൽ കർത്താവെ അതിനുശേഷം ആരും ചതിയിൽ വീഴാതിരിക്കാൻ പരസ്പരം പറ്റിക്കാതിരിക്കാനും അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ സ്വസ്ഥതയും സമാധാനം ജീവിക്കാനും കർത്താവെ സഹായികൾ പ്രാർത്ഥിക്കുന്നു.